ഇന്നൊരു സൺഡേ ആണ്. അപ്പൊ നമുക്ക് നേരെ ചർച്ചിലോട്ട് വിട്ടാലോ? ഞങ്ങളുടെ വില്ലേജിലെ ഒരു കാത്തലിക് ചർച്ചാണിത്. ചെറിയൊരു ചർച്ചാണെങ്കിലും ഉള്ളിലോട്ട് കയറുമ്പോൾ ഭയങ്കര കാം ആൻഡ് പീസ്ഫുൾ ആണ്. ഞാൻ എത്തിയപ്പോഴത്തേക്കും ചർച്ചിൽ മാസൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് പുറത്തിറങ്ങിയപ്പോൾ ഞാൻ നല്ലൊരു കാഴ്ച കണ്ടു. എന്ത് രസമല്ലേ ഇരുൾമൂടിയ ഈ ആകാശം കാണാൻ. പള്ളിയിൽ പോയിട്ട് മാസം കാണാൻ പറ്റിയില്ല, പക്ഷെ കുഴപ്പമില്ല, അറ്റ്ലീസ്റ്റ് ഒരു 5 മിനിറ്റ്സ് എങ്കിലും പ്രാർത്ഥിക്കാൻ പറ്റി. സോ വെരി ഹാപ്പി. 1-2 അല്ലറ ചില്ലറ സാധനങ്ങൾ വാങ്ങാനുണ്ട്. ടെസ്കോയിലോട്ട് പോവാം. കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. ലൈഫിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു ഷോപ്പ് തുറക്കുന്നതിന് മുന്നേ അതിൻ്റെ മുന്നേ പോയി ഞാൻ നിൽക്കുന്നത്. അങ്ങനെ സമയം 10 മണിയായി. ടെസ്കോ തുറന്ന് ഓരോരുത്തരായി 1 by 1 ആയി കയറാൻ തുടങ്ങി. എനിക്കങ്ങനെ പ്രത്യേകിച്ച് അധികം സാധനങ്ങളൊന്നും വാങ്ങാനില്ല. എന്നാലും നമുക്ക് ഈ ബാസ്ക്കറ്റ് എടുക്കാം. സെറ്റഫിൽ ക്ലെൻസറിന് ഒരു 3 പൗണ്ടോളം ക്ലബ് കാർഡിൽ ഓഫർ ഉണ്ട്. അത് മേടിച്ച് കുറച്ച് വേറെ കുറേ സാധനങ്ങളും വാങ്ങി ടെസ്കോയിൽ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലോട്ട് പോയി. ഇനി ഫുഡിങ് ടൈമാണ്. നമുക്ക് കഴിക്കാൻ മന്തിയുണ്ട്. അപ്പോൾ അതിനൊപ്പം കഴിക്കാൻ വേണ്ടി ഒരു മയണൈസ് ഉണ്ടാക്കാൻ. എന്ത് ഈസിയാണെന്നറിയോ ഈ മയണൈസ് ഉണ്ടാക്കാനായിട്ട്? മയണൈസ് ഈസിയായി ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് അടുത്തൊരു വീഡിയോയിൽ ഞാൻ കാണിക്കാം. മയണൈസ് ഇല്ലാതെ എന്ത് മന്തിയല്ലേ. സംഭവം എന്തായാലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. മന്തി കാണാൻ ഒരു ബിരിയാണി ലുക്കാണെങ്കിലും സംഭവം മന്തി തന്നെയാണ് കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് എന്തെങ്കിലും സ്നാക്സ് കഴിച്ചില്ലെങ്കിൽ ഒരു സമാധാനവും ഇല്ല. നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടോ ഈ സ്വഭാവം? എല്ലാ ദിവസവും കുറച്ചു നേരമെങ്കിലും വായിക്കാൻ ഞാൻ ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷേ മിക്കവാറും ദിവസങ്ങളിൽ നടക്കാറില്ല. അങ്ങനെ കുറച്ചു നേരം ബുക്കൊക്കെ വായിച്ചിരുന്ന് കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഡേ. അപ്പം നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.